അസ്സലാമു അലൈക്കും. ജുമാ ദിവസമായ വെള്ളിയാഴ്ച മുസ്ലിങ്ങളുടെ ഏറ്റവും മഹത്തമായ ദിവസമാണ്. പുണ്യ വെള്ളിയാഴ്ച അഥവാ സയ്യിദുൽ അയ്യാം. ഈ ദിവസത്തിൽ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും പ്രത്യേക പ്രതിഫലം ലഭിക്കും. വിശ്വാസികൾക്ക് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഒരു പെരുന്നാൾ ദിവസമാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു മുസ്ലിം ദുആ ചെയ്താൽ അത് തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും. ഈ സമയം അസർ നിസ്കാരത്തിന് ശേഷം മഗ്‌രിബ് വരെയാണ്. ധാരാളം മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. അന്നാണ് ആദ്യ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. അതുപോലെ നബിയെ സ്വർഗത്തിൽ കടത്തിയതും വെള്ളിയാഴ്ച ദിവസമാണ്. ഇനി ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുന്നതും വെള്ളിയാഴ്ച ദിവസം തന്നെയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ ഒരിക്കലും വെള്ളിയാഴ്ച ദിവസം അശ്രദ്ധമായി കളയരുത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അസറിന് ശേഷം മഗ്‌രിബ് വരെയുള്ള സമയം. ഈ സമയത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. തീർച്ചയായും നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തും മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് എത്തിച്ചു കൊടുക്കും. വെള്ളിയാഴ്ച അസറിന് ശേഷം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. മൊബൈലിൽ സമയം ചിലവഴിച്ച് കളയരുത്. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് തുറന്നു പറയുക. പാപമോചനം അപേക്ഷിക്കുക. അസറിന് ശേഷം പുരുഷന്മാർ പള്ളിയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 80 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഒപ്പം തന്നെ 80 വർഷം ഇബാദത്ത് ചെയ്ത കൂലി അവന് കിട്ടുകയും ചെയ്യും. ഇതാണ് ആ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൻ നബിയുൽ ഉമ്മിയെ വഅലാ ആലിഹി വസല്ലിം തസ്ലീമ. അർത്ഥം, അല്ലാഹുവേ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. അവന്റെ കുടുംബത്തിന്മേലും സമാധാനം പൂർണ്ണമായി നൽകണമേ. ഇത് നബിയുടെ മേൽ ഉള്ള ഒരു സ്വലാത്താണ്. നബിയുൽ ഉമ്മിയെ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത നബി. അതായത് മറ്റാരുടെയും സഹായമില്ലാതെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിവുകൾ പകർന്നു കിട്ടിയ നബി എന്നാണ് അർത്ഥം. വെള്ളിയാഴ്ച അസർ നിസ്കരിച്ചിട്ട് സലാം വീട്ടിക്കഴിഞ്ഞാൽ മുത്തുനബിയുടെ പേരിൽ 80 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലുക. വളരെ ചെറിയ സ്വലാത്താണിത്, പക്ഷേ അതിൻ്റെ പ്രതിഫലം വളരെ വലുതുമാണ്. എന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. തീർച്ചയായും അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഉത്തരം നൽകും. നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. എല്ലാവരും ഈ ചെറിയ സ്വലാത്ത് മനഃപാഠമാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ സമയത്ത് അധികമായി ദിക്റുകൾ ചൊല്ലുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ ദിക്റുകൾ ചൊല്ലുക. ഇത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുകയും സമാധാനം നൽകുകയും ചെയ്യും. വെള്ളിയാഴ്ച പ്രത്യേകമായി നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നിൽ ഏറ്റവും അടുത്തവൻ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവനാണ്. ഖുർആൻ ഓതുക. ഈ സമയത്ത് ഖുർആൻ ഓതുന്നതിന് വലിയ പ്രതിഫലങ്ങളുണ്ട്. പ്രത്യേകിച്ച് സൂറത്ത് കഹഫ്. ഇത് ഓതിയാൽ മനുഷ്യനെ ശൈത്താനിൽ നിന്നും സംരക്ഷിക്കുമെന്ന് ഹദീസുകളിൽ പറയുന്നു. നമ്മൾ പല പാപങ്ങളും ചെയ്യാറുണ്ട്. അതിനാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളം പ്രാവശ്യം പറയുക. ഇത് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ ബർക്കത്ത് വരാനും സഹായിക്കും. നല്ല കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ നല്ല പ്രസംഗങ്ങൾ കേൾക്കുക. ഇസ്ലാമിക വിജ്ഞാനം പഠിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. ഇത് എല്ലാം നമ്മെ നല്ല മുസ്ലിമാക്കുന്നു. അതുകൊണ്ട് വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിന് ശേഷം ലഭിക്കുന്ന സമയം വളരെ വിലപ്പെട്ട ഒരവസരമാണ്. ഈ സമയം വെറുതെ കളയാതെ അള്ളാഹുവിനെ അടുത്തറിയാനും അവന്റെ അനുഗ്രഹം നേടാനും ഉപയോഗിക്കണം.
ചെറിയ ദുആ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ആത്മാർത്ഥമായ ദിക്റും സലാത്തും നമ്മളെ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കും. ജുമുഅ എന്ന മഹത്തായ ദിവസത്തിന്റെ അവസാന ഭാഗം നമുക്ക് ജീവിതത്തിൽ ബർക്കത്തും സമാധാനവും നൽകുന്ന സമയമാകട്ടെ. അടുത്ത വെള്ളിയാഴ്ച മുതൽ തന്നെ എല്ലാവരും മേൽ പറഞ്ഞ ചെറിയ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. അള്ളാഹു നമ്മെ ഈ സമയത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതിനെ ശരിയായി ഉപയോഗിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ. പാപങ്ങൾ പുറത്തു തരട്ടെ. നന്മകളാൽ നമ്മുടെ ജീവിതം നിറക്കട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. ഒപ്പം തന്നെ കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി ഇസ്ലാമിക് തോട്ട്സ് ആൻഡ് സൊല്യൂഷൻസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.